വ്രതാനുഷ്ഠാനത്തിന്റെ അകപ്പൊരുൾ അറിയാം. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് ജാലകം തുറക്കാം. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള കൂട്ടുകാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസ് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം നേരുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇന്നത്തെ വിഷയം വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. നമുക്കറിയാം, ഓരോ ഫാമിലിക്ക് 3 ചോദ്യങ്ങളും ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ സമ്മാനം ഉള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഫാമിലി ലൈവ് ടെലിക്വിസിൽ നമ്മുടെ കൂടെയുള്ളത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. മൻഹയുണ്ട്, അതുപോലെ തന്നെ ഇൻസാഫ് സാറുമുണ്ട്. നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാൻ ഇന്നത്തെ ആദ്യത്തെ കോൾ ആരാണെന്ന് നമുക്ക് കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഇൻസാഫ് സാറേ, ഖുർആനിൻ്റെ അവസാനത്തെ ഒരു ജുസുവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു ചെറിയൊരു ആശങ്കയുള്ളത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നുള്ള ചോദ്യമല്ല, കുറച്ചുകൂടി വിശാലമായിട്ടുള്ളൊരു തലമാണ്. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ നമ്മൾ ഈ ഒരു വിഷയം കൊടുത്തുകൊണ്ട് തന്നെ ചില ആളുകൾ നന്നായിട്ട് പഠിച്ച് തയ്യാറായിട്ടുണ്ടാവാം. ചില ആളുകൾ ചിലപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ഉണ്ടായിക്കോണം എന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഏതായിരുന്നാലും മൻഹ, ഇന്നിപ്പോൾ മൻഹൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് എങ്ങനെ ഉണ്ടായിരിക്കും ആളുകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു വിഷയമാണോ? മന്നക്ക് എന്താണ് അഭിപ്രായം പറയാൻ പറ്റുന്നത്? ഇത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും, പഠിക്കണം. മുൻകൂട്ടി കിട്ടിയത് കൊണ്ട് പിന്നെ പരിചയമുള്ള സുഹൃത്തുക്കളുണ്ട്, പക്ഷെ ആശയം അറിയണം എങ്കിലേ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ അല്ലേ? പിന്നെ അതുപോലെ ഇൻസാഫ് സാർ എന്താ പറയുക ഇന്നത്തെ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്? ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവസാനത്തെ ജുസ് ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് മനപ്പാടുള്ള ചെറിയ കുട്ടികൾ മുതൽ ഒരുപാട് മനപ്പാടം ഉണ്ടാകാൻ സാധ്യതയുള്ള സൂറത്തുകളാണ്. അതുപോലെ തന്നെ പല ചോദ്യങ്ങളും മുമ്പൊക്കെ അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ മദ്രസകളിൽ നിന്ന് കൂടുതൽ പഠിക്കുന്നൊരു സൂറത്തായതുകൊണ്ട് ആ ഒരു ബന്ധങ്ങൾ കൂടി ഉണ്ടാവും അല്ലേ? ഏതായിരുന്നാലും ഈ ഒരു വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ ജുസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ പോലെ കൂടുതൽ ചോദ്യങ്ങൾ പല വ്യത്യസ്ത മേഖലകളിൽ നിന്നുണ്ടാവും. ഫാമിലി ലൈവ് ടെലിക്വിസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ചോദിച്ച് കണ്ടെത്താൻ പറ്റുന്ന രൂപത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതുവരെ നടന്ന ടെലിക്വിസിനെയൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് എന്താണ് ആളുകളുടെ ഒരു ചോദ്യവും രീതിയും അവരുടെ ആവേശമൊക്കെ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റും? അതെ, ഓരോ എപ്പിസോഡ് കഴിയും തോറും ആവേശം ഓരോരുത്തർക്കും കൂടി വരികയാണ്. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് ആകെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്, ബാക്കിയുള്ളത്. അതെ അതെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ സാധാരണ പരാതികളാണ് ഉണ്ടാവാറ്, കിട്ടുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതെ അതെ അതെ, കുറേ ട്രൈ ചെയ്യും, പക്ഷെ എന്നാലും കിട്ടണില്ല. എന്താണ് പല ആൾക്കാരും പല രൂപത്തിൽ. പക്ഷെ അതിൽ ചില ആളുകൾക്ക് ആവർത്തിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു ട്രിക്ക് എന്താണ്? അതിപ്പോ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കാരണം എനിക്ക് അനുഭവം ഉണ്ട്. എൻ്റെ അടുത്ത് നിങ്ങൾ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ, അതിലേക്ക് പോകുന്നതന്നെയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായിരുന്നാലും ഒരു കോൾ വരുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോൾ ആരാണെന്നൊന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമളാൻ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ദാനിഷ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? അരീക്കാട്, കോഴിക്കോട്. അരീക്കോടാണോ? കോഴിക്കോട് ഉണ്ടല്ലോ. കോഴിക്കോട് അരീക്കാടുണ്ട്. ഓക്കെ, മോനെ എത്രയിലാണ് പഠിക്കുന്നത്? 7th-ലാണ്. പേരെന്താണ് പറഞ്ഞത്? ദാനിഷ്. ഓക്കെ ഓക്കെ. ദാനിഷിന്റെ കൂടെ ആരാണുള്ളത് വിളിക്കുന്ന സമയത്ത് ടെലിക്വിസിലേക്ക്? ഉമ്മയും വല്യമ്മയും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുമ്പ് വിളിച്ചിട്ടുണ്ടോ ടെലിക്വിസിലേക്കൊക്കെ? അതല്ലെങ്കിൽ കിട്ടലില്ല, അതാണോ? അതിപ്പോ നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുള്ളൂ സാർ. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയല്ലോ. ഫസ്റ്റ് തന്നെ കിട്ടിയ ഒന്നാമത്തെ കോളർ തന്നെ ദാനിഷാണ്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത് മൻഹക്കുട്ടിയാണ്. ഇൻഷാല്ലാ അവള് ചോദ്യം ചോദിക്കും, ശ്രദ്ധിച്ച് കേൾക്കണേ. ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ള ജുസ് ഏത്?
30ാമത്തെ ജ്യൂസ്. അതിപ്പോ എന്ത് സംശയമില്ലാത്ത രൂപത്തിൽ അല്ലേ ഉത്തരം അത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ശരി, ഉറപ്പുണ്ടോ? ഉത്തരമാണ് കറക്റ്റ് ആണ്, ഉറപ്പുണ്ടോ? ഉറപ്പാണ്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. മാഷാ അല്ലാ. മാഷാ അല്ലാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം റെഡി ആയിട്ടുണ്ട്. എങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ ദാനിഷ്? ഇന്നിപ്പോ 3 ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിൽ തന്നെയാണോ ഉള്ളത്? ഇൻഷാ അല്ലാ. അപ്പൊ അങ്ങനെ ഇൻഷാ അല്ലാ പറയാൻ എന്താ, ഈ ഒരു വിഷയം കുറച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെ? ഐഫുള് പഠിച്ചതാണ്. അപ്പൊ നല്ലൊരു, അതിനേറ്റവും നല്ല ഫെമിലിയർ ആണ്, അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അല്ലേ? എന്നാ രണ്ടാമത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഇത് ശപിക്കപ്പെട്ട ഒരു പിശാചിന്റെ വാക്കല്ല എന്ന് പറയുന്നുണ്ട്. എന്തിനെ പറ്റിയാണ് ഈ പരാമർശം? ചോദ്യം ഒന്നുകൂടി കേട്ടോ. ഖുർആനിൽ ഈ പറഞ്ഞ 30ാമത്തെ ജുസിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇത് ശപിക്കപ്പെട്ട പിശാചിന്റെ വാക്കല്ല. അത് എന്തിനെ പറ്റിയാണ് ഈ പരാമർശം നടത്തിയത്? ഓ ചോദിക്കപ്പെട്ട, പക്ഷേ സമയം ഉണ്ട്. അതിന്റെ മുമ്പായിട്ട് കൗണ്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. സമയം എൻ്റെ മുമ്പിൽ പറയണം. ഫാമിലി ടെലിക്വിസിന്റെ പ്രത്യേകത തന്നെ അതാണ്. അതെ അതെ, ചോദിക്കാലോ. ആ പറയൂ. എന്തിനെ പറ്റിയാണ്? അങ്ങനെയല്ലോ. അല്ല, ഏതായാലും ചോദ്യം ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഇത് ശപിക്കപ്പെട്ട പിശാചിന്റെ വാക്കല്ല എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അത് ഇത് ശപിക്കപ്പെട്ട പിശാചിന്റെ വാക്കല്ല എന്ന് പറയുമ്പോൾ ആ ഇത് എന്തിനെ പറ്റിയാണ് ആ പരാമർശം എന്നാണ് ചോദ്യം. ആ, ഖുർആനിനെ പറ്റിയാണ്. ശരിയാണ് ഉത്തരം. പക്ഷെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ചോദ്യം ശ്രദ്ധിച്ചിട്ടാണ് ഉത്തരം അന്വേഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ചെറിയൊരു അമളി ദാനിഷിന് പറ്റിയത്. ഏതായിരുന്നാലും നമുക്ക് രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് 3ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ദാനിഷ് മോനെ റെഡി ആണല്ലോ അല്ലേ 3ാമത്തെ ചോദ്യത്തിന്? 3 ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ലഭിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരോടും ചോദിക്കുക, ഉമ്മാനോടും അതുപോലെ തന്നെ വല്യമ്മാനോടൊക്കെ ചോദിക്കുക കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. 3ാമത്തെ ചോദ്യം ഇതാണ്. നമുക്കറിയാം തിലാവത്തിൻ്റെ സുജൂദ് തിലാവ. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഖുർആൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് ഓൾറെഡി സുജൂദ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകും. നേരെ മറിച്ച് അള്ളാഹു ചില ആയത്തുകളിൽ നമുക്ക് അറിയാം നമ്മളെ കൊണ്ട് നിർബന്ധമല്ലെങ്കിലും സുജൂദ് ചെയ്യിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. തിലാവത്ത് സുജൂദ് തിലാവ. ഓക്കെ. അപ്പോൾ ചോദ്യം ഇതാണ്. സൂറ ഇൻഷിഖാക്കിൽ ഒരു സുജൂദ് തിലാവ ഉണ്ട്. അത് എത്രാമത്തെ ആയത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. അതെ, ഇൻഷിഖാക്കിൽ ഒരു സുജൂദ് ചെയ്യേണ്ട, തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട ഒരു ആയത്തുണ്ട്. അത് എത്രാമത്തെ ആയത്താണ് എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിച്ച് ഉത്തരം പറയണം. പെട്ടെന്നാവണം. ഇനി നേരത്തെ അത്രത്തെ സമയം കിട്ടിക്കോണമെന്നുണ്ടാവില്ല. അതെ, 20 സെക്കൻഡാണ് പരമാവധി സമയം. പറയൂ. പറഞ്ഞോ. 21ാമത്തെ ആയത്ത് ആരാണ് പറഞ്ഞത്? ഒറ്റയ്ക്ക് കണ്ടെത്തിയാണോ? ഓതി നോക്കിയതാണ്. മാഷാ അല്ലാ. അപ്പൊ ആ സൂറത്ത് പരിചയമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടിയല്ലേ? വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരിയാണ്. അതെ, അപ്പൊ ഉത്തരം ശരിയാണ്. 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടുണ്ട് ദാനിഷിന് അഭിനന്ദനങ്ങൾ. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസിലെ ഇന്നത്തെ ആദ്യത്തെ കോളർ എന്ന നിലക്ക് ആദ്യത്തെ സമ്മാനവും കരസ്ഥമാക്കിയിരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അല്ലേ മൻഹ? നമുക്ക് ദാനിഷിന് എല്ലാവിധ അഭിനന്ദനങ്ങളും കൊടുക്കാം. ദാനിഷ് ചോദ്യങ്ങൾ ഇതുപോലെ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, ചോദ്യം എപ്പോഴും നമ്മൾ ശരിക്കും ആദ്യം
ശ്രദ്ധിച്ചിട്ടാണ് ഉത്തരം പറയുന്നത്, അല്ലെങ്കിൽ പാളിപ്പോവും അല്ലേ? ഓക്കെ, ശരി, ഇൻഷാ അല്ലാ. ജസാക്കല്ലാഹ് ഖൈർ. ഏതായാലും നമുക്ക് ഒന്നാമത്തെ കോളർ തന്നെ ആദ്യം സന്തോഷത്തോടു കൂടിയാണ് സമ്മാനം നേടിയിരിക്കുകയാണ് അല്ലേ? ഒരുപാട് ആൾക്കാർ നിങ്ങൾ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വായിക്കൂല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് സമയം മിസ്സാവും, അറിയുന്ന കാര്യം തന്നെ തെറ്റിപ്പോകുന്ന അങ്ങനെയാണ് പലപ്പോഴും. അതെ അതെ. ഏതായാലും ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 9020 840 എന്ന നമ്പറിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ വിളിക്കേണ്ടത്. വിളിച്ചുകൊണ്ടിരിക്കുക, ഭാഗ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കോൾ കിട്ടും. നമുക്ക് അടുത്തൊരു കോളുണ്ട്, നമുക്ക് കോൾ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമളാൻ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫൈഹ എവിടുന്ന് വിളിക്കുന്നു? പറമ്പിൽ പീടിക. ഫൈഹന്റെ വീട്ടിൽ ആരൊക്കെയുള്ളത്? എല്ലാവരും ഉണ്ടോ? ഉമ്മാൻ്റെ അനിയത്തി ഉണ്ട്, ഉമ്മ ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കല്ലേ വിളിക്കാൻ വേണ്ടിയിട്ട്, അതോ ഫൈഹ മാത്രമാണോ ഉള്ളത്? എല്ലാവരും ഉണ്ട്, റെഡിയാണ്. 3 ചോദ്യങ്ങൾ ഉത്തരം പറയാൻ തയ്യാറായിരിക്കണം അല്ലേ? ഫൈഹ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഇന്നത്തെ ഈ ഫാമിലി ലൈവ് ടെലിഗീസിൽ ആദ്യ കോളർ സമ്മാനം നേടിപ്പോയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഫൈഹയാണ്. ഫൈഹക്ക് സമ്മാനം കിട്ടുമല്ലേ എന്ന് നമുക്ക് അറിയില്ല. ഏതായിരുന്നാലും ഫൈഹ പൂർണ്ണ കോൺഫിഡൻസിലുള്ളത് അല്ലേ? ഇനി മറ്റു വിശേഷങ്ങൾ പോകുന്നതിൻ്റെ മുമ്പ് കുറേ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിച്ചാലോ? ചോദ്യം ചോദിക്കുന്നത് മൻഹയാണ്. മൻഹയുടെ ചോദ്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അമ്മ ജുസ്ഇൽ എത്ര സൂറത്തുകളുണ്ട്? ചോദ്യം കേട്ടോ? വേഗം ഉത്തരം പറഞ്ഞോളൂ. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ശ്രദ്ധിച്ചു പറയണം. നമ്മൾ വിഷയമായിട്ട് തിരഞ്ഞെടുത്ത ജുസ് തന്നെയാണ്. ആ ജുസിൽ എത്ര സൂറത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് മൻഹ ചോദിച്ച ചോദ്യം. പറഞ്ഞോളൂ മൻഹ. സമയം അവസാനിച്ചല്ലോ മോളെ. സംഗതി സമയം അവസാനിച്ചു കഴിഞ്ഞു, പക്ഷെ 29 തെറ്റാണ് ഉത്തരം. ഉത്തരം ഒന്ന് മൻഹ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. 37 സൂറത്തുകളുണ്ട് അമ്മ ജുസ്ഇൽ. അവിടെ ഭയങ്കര ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായിരുന്നാലും അടുത്തൊരു ചോദ്യത്തിന് കൂടി നമുക്ക് ബാക്കി 3 ചോദ്യങ്ങൾ ബാക്കിയുണ്ടല്ലോ അല്ലേ? അപ്പൊ അതെ, ഇവള് ചോദ്യം കിട്ടിയില്ല, ഉത്തരം കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പിന്നെ മറ്റൊരാളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ ഉത്തരം കിട്ടാത്തതുകൊണ്ട് അടുത്ത തവണ വീണ്ടും വിളിക്കുക കേട്ടോ, ഇൻഷാ അല്ലാ. കൂടുതൽ വേറൊരു പുതിയൊരു അറിവ് ലഭിക്കുകയാണ്. 37 സൂറത്തുകളാണ് അവസാനത്തെ ജുസിലുള്ളത്. അപ്പോൾ അത് പഠിക്കുക. സമ്മാനം ഭാഗ്യത്തിനനുസരിച്ചാണ് ലഭിക്കുക. ഏതായാലും ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ഒരുങ്ങി ഫൈഹ ക്ലിയറായി വരിക. എല്ലാവിധ ആശംസകളും നേരെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നിപ്പോൾ രണ്ടാമത്തെ ആൾക്ക് ഒന്നാമത്തെ ചോദ്യം തന്നെ നഷ്ടപ്പെട്ടു അല്ലേ? അപ്പം ജുസ് ആണ് എന്നുള്ളത് അറിയുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ ഓർമ്മ വരും അമ്മ ജുസിനെ കുറിച്ചല്ല എത്ര സൂറത്തുകൾ ഉണ്ടെന്ന്. ഏറ്റവും കൂടുതൽ സൂറത്തുള്ളത് അമ്മ ജുസിലാണെന്നുള്ള നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെയാവുമ്പോൾ എത്ര സൂറത്ത് എന്നുള്ളത് അവിടെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം തന്നെയാണ് നമുക്കിവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഉത്തരം കിട്ടിയില്ല. ഏതായിരുന്നാലും നമുക്കൊരു കോൾ ഉണ്ട് തോന്നുന്നു. ആരാണ് വിളിക്കണം നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ ഹലോ മനഹ പറഞ്ഞു. വലൈക്കും അസ്സലാം. പീസ് റേഡിയോ ഫാമിലി. ഹലോ പീസ് റേഡിയോ റമളാൻ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹൈഫ.
ഹൈഫ. ഹൈഫ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? വീട് എവിടെ? ഹൈഫ എന്നാണോ ഉത്തരം പറഞ്ഞത്? ഹൈഫ എന്നാണോ പേര് പറഞ്ഞത്? ഹൈഫ. ഓക്കെ. വീട് എവിടെയാണ്? വെളിയങ്കോട്. ഓക്കെ ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് മോനെ പഠിക്കുന്നേ? 3. എന്നാ ബാക്കി അപ്പുറത്തൊക്കെ ഭയങ്കര ശബ്ദം വരുന്നുണ്ട്, അവരോടൊന്നും ശബ്ദം ഉണ്ടാക്കല്ലേ എന്ന് പറയും. ഇത് ഉത്തരം കിട്ടുന്ന ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ സമ്മാനം കിട്ടുന്ന പ്രോഗ്രാമാണ്, അതുകൊണ്ട് സമ്മാനം നഷ്ടപ്പെടരുത്. കൂടെ ആരൊക്കെയുണ്ട്? ഉമ്മയുടെ കൂടെയാണ്. ഓക്കെ മോനെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കല്ലേ എന്നാല്? ഓക്കെ, അപ്പോൾ മോന് ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം വായിക്കുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോ. സൂറത്തു നബ നമുക്കൊക്കെ അറിയാം. ആ സൂറത്ത് മക്കിയായ സൂറത്ത്, അതുപോലെ തന്നെ മദനിയായ സൂറത്ത്. ഏത് സൂറത്താണ് സൂറത്തു നബ? മക്കിയാണോ മദനിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം. ഉമ്മാനോടൊക്കെ ചോദിക്കട്ടോ, ഉമ്മനോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. മക്കിയാണ്, ഉറപ്പാണോ? ആരാ പറഞ്ഞെന്ന്? മൂത്തം പറഞ്ഞെന്നാ. മാഷാ അല്ലാഹ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായല്ലോ, സന്തോഷായില്ലേ? മാഷാ അല്ലാഹ്. ആ സ്ഥിതിക്ക് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? റെഡിയല്ലേ? സൂറത്തുൽ മുത്തഫിഫീനിൽ ആർക്കാണ് നാശം എന്നാണ് ഖുർആൻ പറയുന്നത്? ചോദ്യം ശരിക്ക് കേട്ടോ? മനസ്സിലായില്ലേ ചോദ്യം? ഉത്തരം പറഞ്ഞോളൂ. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നുകൂടി പറ. മാഷാ അല്ലാഹ്, ഉത്തരം ശരിയാണ്. ആരാ പറഞ്ഞത്? ഇത്താത്ത. അപ്പൊ എല്ലാരും സഹായിക്കാൻ അപ്പുറത്തും ഇപ്പുറത്തും വലിയൊരു പടം ഉണ്ട് അല്ലേ? 3ാം ക്ലാസ്സുകാരന്റെ വിജയം അല്ലേ? 2 ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. ഇനി 3ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, എന്നാ കേട്ടോളൂ. സൂറത്തു നാസിയാത്ത് പരിചയമുണ്ടോ? സൂറത്തു നാസിയാത്തിൽ ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ എന്ന് പറയുന്ന സജ്റ വാഹിദ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മോൻ അറിയില്ലെങ്കിൽ അപ്പുറത്ത് ചോദിക്കാം. സജ്റത്തുൻ വാഹിദ എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. എന്ത്? വേഗം പറഞ്ഞോളൂ, പെട്ടെന്ന് പറയണം. 20 സെക്കൻഡ് മാത്രമാണ് നമുക്കുള്ള പരമാവധി സമയം, അതിനോടുള്ള പെട്ടെന്ന് പറയണം. ഒന്നുകൂടി ഉറക്കെ പറ. എങ്ങനെ? ഘോരമായ ശബ്ദം. ഓക്കെ, ശരിയാണ്. കാളത്തിൽ മുഴങ്ങുന്ന ശബ്ദം, ഘോരമായ ശബ്ദം. ഉത്തരം ശരിയാണ്. അപ്പൊ ആരാ പറഞ്ഞത്? മൂത്തമ്മ. അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ മൂത്തമ്മ ഇത്താത്തി എല്ലാരും കൂടിയിട്ട് ഒരു നിലക്കും വിടൂല. അതെ. മൂത്തമ്മക്ക് സമ്മാനത്തിന്റെ പകുതി മൂത്തമ്മക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. ഓക്കെ, സന്തോഷം. ഏതായിരുന്നാലും ഈ ഇന്നത്തെ ഈ ഫാമിലി ലൈവ് ടെലിഗിസിലെ രണ്ടാമത്തെ വിജയം. അതെ, രണ്ടാമത്തെ വിജയാണ്. 2 വിജയികൾ. എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓക്കെ, മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമ്മാനം കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് പിന്നെ വളരെ ഏതായിരുന്നാലും ആ ഫാമിലി ലൈവ് ടെലികിസ് എന്നുള്ളതിന്, ആ ഫാമിലി എന്നുള്ളതിന് അന്വർത്ഥമാകുന്ന രൂപത്തിൽ അല്ലേ, അവൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അവന് കിട്ടാൻ സാധ്യത ഇല്ലാത്ത പല ചോദ്യങ്ങൾക്കും സഹായത്തോടു കൂടി ഉത്തരം കിട്ടി. അപ്പോൾ പിന്നെ ഏതായിരുന്നാലും അങ്ങനെയൊരു കുടുംബങ്ങളിൽ ചെറിയ കുട്ടികൾ പോലും ഈ ടെലികിസിലേക്ക് വിളിക്കുകയും അപ്പോൾ അതിലെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് അതിന് സഹായിക്കുകയും അങ്ങനെ സമ്മാനം നേടുകയും ചെയ്യുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക്
അടുത്ത ഒരു കോളുണ്ട്. കോള് ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ റമളാൻ ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നദ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തോട്ടശ്ശേരി. ഓക്കെ. എത്രയിലാണ് പഠിക്കുന്നത്? ഓക്കെ, +1-ലാണ്. ആരൊക്കെയാണ് കൂടെ ഉള്ളത്? ടെലിക്യൂസിലേക്ക് വിളിക്കുന്ന സമയത്ത് ഉത്തരമൊക്കെ പറയാൻ വേണ്ടിയിട്ട്, സഹായത്തിനൊക്കെ വേണ്ടിയിട്ട് ആരൊക്കെയാണുള്ളത്? ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? ഇന്നത്തെ ചോദ്യം ചോദിക്കുന്ന വിഷയം എന്താണെന്നറിയോ നിനക്ക്? ഓക്കെ. അതെ. എങ്കിലും ഒന്നാമത്തെ ചോദ്യം തുടങ്ങല്ലേ? ഓക്കെ. ചോദ്യം ചോദിക്കുന്ന മനഹയാണ്, കേട്ടോളൂ. തുറാബ് എന്ന വാക്കിനർത്ഥം എന്ത്? തുറാബ് എന്ന വാക്കിനർത്ഥം എന്ത്? തുറാബ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. തുറാബ്. മാഷാ അല്ലാഹ്. യാ ലൈതനി കുന്തു തുറാബ, അല്ലേ? സൂറത്ത് നബഇന്റെ അവസാനം നമുക്ക് പരിചയമുണ്ട്. അപ്പം മണ്ണ് എന്നുള്ള ഉത്തരം, ഒന്നാമത്തെ ഉത്തരം ശരിയാണ്. നദ ഒന്നാമത്തെ ഉത്തരം അതിൻ്റെ ആ ഒരു കടമ്പ കടന്നിരിക്കുന്നു. സമ്മാനത്തിലേക്ക് ഇനി 2 ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. അപ്പോൾ റെഡിയായി നിന്നോളൂ. സൂറത്തുൽ ഇൻഫിത്താർ പരിചയല്ലേ? ഇദസ്സമാഉ ഫത്തറത് എന്ന് പറയുന്ന സൂറത്തുൽ ഇൻഫിത്താറിൽ എത്ര വചനങ്ങളുണ്ട്, എത്ര ആയത്തുകളുണ്ട്? പെട്ടെന്ന് ഉത്തരം പറയണം. 20 സെക്കൻഡേ ഉള്ളൂ. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന്. സൂറത്തുൽ ഇൻഫിത്താറിൽ എത്ര ആയത്തുകളുണ്ട്? 12 സെക്കൻഡ്. നമുക്കറിയില്ല, ഉറപ്പിക്കണം. പെട്ടെന്ന് പറയണം. എത്രയാണ്? ഉറപ്പാ? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിട്ടുണ്ട്. സംശയത്തോടു കൂടി ഇങ്ങോട്ട് പറഞ്ഞാൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഉറപ്പായിട്ട് പറയണം. അപ്പോൾ ഏതായാലും ഉറപ്പായി പറഞ്ഞതുകൊണ്ട് 19 അതിന്റെ ഉത്തരം കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് അവസാനത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 3 ചോദ്യത്തിനും കൂടി ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നദക്ക് സമ്മാനം ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചോദ്യം ശ്രദ്ധിക്കുക. ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ. ചോദ്യം ഇതാണ്: അധർമ്മകാരികളുടെ കർമ്മരേഖ ഏതാണ്? അധർമ്മകാരികളുടെ കർമ്മരേഖ, അവർക്ക് നൽകുന്ന കർമ്മരേഖ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ പേര് എന്താണ്? കർമ്മരേഖക്ക് ഒരു പേര് പറയുന്നുണ്ട് ഖുർആനില്. അധർമ്മകാരികളായ ആളുകളുടെ കർമ്മരേഖക്ക് ഒരു പേര് പറയുന്നുണ്ടല്ലോ. അതെ, ആ പേരാണ് ചോദിച്ചത്. വ്യക്തമല്ല. അതിനൊരു പേരുണ്ട്. ആ കർമ്മരേഖക്ക് പേരുണ്ട്. എന്താണ് പേര്? ആ കിതാബിന്റെ പേര്. സമയം കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ഉത്തരം പറയാം. അതെ. കിട്ടിയോ? ഫൈനലായിട്ട് ഒരു ആൻസർ പറയാം. ഓക്കെ. ഏതായാലും പുതിയൊരു അറിവ് ലഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. നമ്മൾ ഉത്തരം ഇതാണ്, സിജ്ജീൻ എന്നുള്ളതാണ് ഉത്തരം. അധർമ്മകാരികൾക്ക് ലഭിക്കുന്ന, അതല്ലെങ്കിൽ അധർമ്മകാരികളുടെ കർമ്മരേഖ, അവരുടെ കർമ്മകൾ രേഖപ്പെടുത്തിയ രേഖക്കാണ് സിജ്ജീൻ എന്ന് പറയുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ടെലിഗ്യൂസിലേക്കൊക്കെ വിളിക്കുക. ഇനിയും ദിവസങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു അറിവ് പുതിയൊരു അറിവായി മനസ്സിലാക്കുക. ഏതായിരുന്നാലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ അവസാന സമയത്ത് ഉത്തരം. അപ്പോൾ സാധാരണ ഇതിൽ കർമ്മരേഖ, അധർമ്മകാരികളുടെ കർമ്മരേഖ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അവർ പിന്നെ സിജ്ജീൻ, ലിയീൻ എന്നുള്ളതൊക്കെ ആ ഒരു ക്ലൂ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലും പറയാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു. 2 ചോദ്യങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു ഉത്തരം. അതെ.
പലരും അങ്ങനെയാണ്, പല ടെലിക്യൂസിലെ പല ശ്രോതാക്കളും പെട്ടെന്ന് ഉത്തരം പറയും, പക്ഷേ മൂന്നാമത്തെ ചോദ്യം എത്തുമ്പോഴത്തേന് ചെറിയ പ്രയാസം. ഏതായാലും നമുക്ക് അടുത്ത കോൾ ഉണ്ട്, കോൾ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിക്കോട്ടെ, ഓക്കെ. മോൻ്റെ പേര് പറഞ്ഞോളൂ. എന്താണ്? കേട്ടില്ല, നമുക്ക് ശരിക്കും കേട്ടില്ല. ഒന്നുകൂടി ക്ലിയർ ആയി പറയാൻ പറ്റുമോ? നവാസ് എന്നാണോ? നവാസ്, മുഹമ്മദ് നവാസ്. മഖ്തൂം. മഖ്ദൂം നവാസ്. ക്ലിയർ ആവുന്നില്ല. നമുക്ക് ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ പിന്നെ ലൗഡിലാണോ ഇട്ടത്? ലൗഡിൽ ഇട്ടിട്ടാണോ വിളിക്കുന്നത്? ഒന്ന് ലൗഡ് ഒഴിവാക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കൂ, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. കുറച്ച് ശബ്ദം കൂട്ടി പറയൂ പേര്. ഉറക്കെ ഒന്നുകൂടി പറയൂ പേര്. പേര് മോൻ്റെ പേരെന്താണ്? കേൾക്കുന്നുണ്ടോ? ഹലോ, പേര് മഖ്ദൂം എന്നല്ലേ? മഖ്ദൂം എന്നല്ലേ? ആ, മഖ്ദൂം. ഓക്കെ, മഖ്ദൂം. നമുക്ക് ബാക്കി അടുത്ത ചോദ്യത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. മഖ്ദൂം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എത്ര? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. ആഹാ, മിടുക്കനാണല്ലേ. വീട്ടിലാരൊക്കെയുള്ള? ഉമ്മ ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? പാപ്പയുണ്ട്. എല്ലാവരും ചോദ്യം ചോദിച്ച് ഉത്തരം പറയാൻ റെഡിയായി നിൽക്കുകയാണല്ലേ? അപ്പൊ ഇന്നത്തെ വിഷയം അറിയാം? മോനറിയോ ഇന്നത്തെ വിഷയം ഏതാന്നുള്ളത്? ഖുർആനിലെ അവസാനത്തെ ജുസ്, 30 ജുസിലെ 30ാമത്തെ ജുസിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ, ഇനി നാൾ ചോദ്യം ചോദിക്കുകയാണ്, ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ? യെസ്, കേട്ടോളൂ. സൂറത്തുൽ നബയിൽ എത്ര ആയത്തുകളുണ്ട്? കേട്ടോ? ചോദ്യം കേട്ടോ? സൂറത്തുൽ നബയിൽ എത്ര ആയത്തുകൾ ഉണ്ട്? 30ാമത്തെ ജുസിലെ ഒരു സൂറത്താണ് സൂറത്ത് നബ. ആ സൂറത്ത് നബയിൽ എത്ര ആയത്തുകളുണ്ട്? ഉത്തരം 20. ഇപ്പോൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. 20 സെക്കൻഡിൻ്റെ ഉള്ളിൽ പറയണം. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. ആരാ പറഞ്ഞു തന്നത്? സന്തോഷം. ഓക്കെ, ഫാമിലിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് മഖ്ദൂം. ഏതായാലും മഖ്ദൂമെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിച്ചു ഉത്തരം പറയണം. റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ ഒന്ന് കുറച്ചൊരു പ്രയാസം ചെറുതായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നുമില്ല, നേരെ കൂടെ ഉമ്മ ഉണ്ടല്ലോ, അപ്പോൾ ഉമ്മനോടൊക്കെ ചോദിച്ച് ക്ലിയർ ആയിട്ട് ഉത്തരം പറയാം. ഓക്കെ, ചോദ്യം ഇതാണ്. അള്ളാഹു വിവിധ കാര്യങ്ങൾ കൊണ്ട് ഖുർആനിൽ സത്യം ചെയ്തിട്ടുണ്ട്. പല ആകാശം കൊണ്ടും അതുപോലെ തന്നെ രാവിലെ പ്രഭാതം കൊണ്ടും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹ്ക്കാണ് അതിന് അവകാശമുള്ളത്. അപ്പോൾ ചോദ്യം ഇതാണ്. ഷഫക്ക് എന്നതുകൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. ഒരു സൂറത്തിൽ, നമ്മളെ അവസാന ജുസിലുള്ള ഒരു സൂറത്തിൽ ഷഫക്ക് എന്നതുകൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്. ഷഫക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഷഫക്ക് എന്ന വാക്കിനർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ അല്ലേ? കേട്ടില്ലേ? ഹലോ, ശ്രദ്ധിച്ചു പറയണം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒന്നുകൂടി ചോദിക്കുക. വീട്ടിലുള്ള ചോദ്യം മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടില്ലേ മോനെ? ഉമ്മാക്ക് മനസ്സിലായോ? ഉപ്പാക്ക് മനസ്സിലായോ? ടൈമർ സ്റ്റാർട്ട് ചെയ്യാം.
അതെ, ടൈമർ സ്റ്റാർട്ട് ചെയ്തു, വേഗം പറഞ്ഞോളൂ. ആലോചിച്ച് ഉത്തരം പറയാം. ഷഫഖ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ഒരു കാര്യം. എന്തിനെ കുറിച്ചാണ് ഷഫഖ്? ഷഫഖ് എന്ന വാക്കിനർത്ഥം പെട്ടെന്ന് പറയൂ. മഖ്ദൂം അറിയില്ല. ഓക്കെ, ഏതായാലും പ്രശ്നമില്ല. പുതിയൊരു അറിവ് ലഭിക്കുകയാണ് മോൻക്ക്. ഓക്കെ, എല്ലാവർക്കും ചിലപ്പോൾ ഉത്തരം പറയാൻ കഴിഞ്ഞോണമെന്നില്ല. സമ്മാനം വാങ്ങുക എന്നതല്ല മെയിൻ ലക്ഷ്യം, നമുക്ക് അറിവ് ലഭിക്കുക എന്നുള്ളതാണ്. പീസ് റേഡിയോയുടെ പല പ്രോഗ്രാമുകളും അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഉത്തരം പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. അസ്തമയ ശോഭ എന്നുള്ളതാണ് ഷഫഖ് എന്നതിൻ്റെ അർത്ഥം. നമുക്കറിയാം സൂറത്തു ഇൻഷിഖാഖിലെ 16-ാമത്തെ ആയത്തിലാണ് ഈ രൂപത്തിൽ അഷഫഖ് എന്നുള്ള രൂപത്തിൽ അതിനെ പിടിച്ച് അള്ളാഹ് സത്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെ, അസ്തമയ ശോഭ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും മോനെ സങ്കടപ്പെടേണ്ട, ഇനിയും ദിവസങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിൽ. അപ്പോൾ വീണ്ടും വിളിക്കുക, കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷഫഖ്, അതെ അതെ അതെ, ഷഫഖ് എന്ന് പറയുമ്പോൾ ഇപ്പം ഓനെ സംബന്ധിച്ചോളം മഹദൂമിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും കിട്ടൂല. പക്ഷെ തൊട്ടപ്പുറത്ത് ഉമ്മ ഉപ്പ അവർക്കൊക്കെ പിന്നെ കുറച്ചുകൂടി ഖുർആൻ ലേണിംഗ് ക്ലാസ്സിനൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അസ്തമയ ശോഭയെക്കുറിച്ച് സത്യം ചെയ്യുന്നത്, അതുപോലെ ഫലക്കിനെ കുറിച്ച് സത്യം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പരിചയം ഉണ്ടാകുമ്പോൾ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലേ 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. അതെ അതെ അതെ. ഫാമിലി ലൈവ് ടെലിക്വിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പങ്കെടുക്കണമുണ്ട്. ഏത് ലെവലിലെ ചോദ്യങ്ങൾക്കും പ്രസക്തിയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പറ്റുന്ന ചോദ്യങ്ങൾ ഇപ്പം മനഹ അല്ലേ, ആ രൂപത്തിലുള്ളതാവാം, അതല്ല മുതിർന്നവർക്കുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. പക്ഷേ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കണ്ടെത്തി. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു സൂറത്തിൻ്റെ എത്ര ടോട്ടൽ എണ്ണൊക്കെ ചോദിക്കുന്നത് അതൊക്കെ പെട്ടെന്ന് കിട്ടാവുന്നത്. ഏതായിരുന്നാൽ നമുക്ക് അടുത്ത ഒരു കോൾ ഉണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ്? ഒമാൻ എന്നാണ്, മസ്കറ്റ് എന്നാണ് അല്ലേ? ആരാണ്? ആരൊക്കെയുണ്ട് കൂടെ? നിങ്ങളെ പേരെന്താണ് പറഞ്ഞത്? പേര് ഒന്നുകൂടി പറയോ? നഹിദ എന്നാണോ? നഹിദ. ഓക്കെ, നഹിദ. ഓക്കെ ഓക്കെ. നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഏതാന്നുള്ളത് അറിയാലോ അല്ലേ? അപ്പോൾ 30-ാമത്തെ ജുസിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങൾ പൊതുവെ നമുക്ക് 30-ാമത്തെ ജുസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ എളുപ്പമുള്ളതും പരിചയമുള്ളതും ഖുർആൻ ലേണിംഗ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതൊക്കെ ആയിട്ടുള്ള സൂറത്തുകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കതിൽ ഒന്നാമത്തെ, ഇപ്പോൾ നിങ്ങളോടുള്ള ചോദ്യത്തിലെ 3 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, മൂസാ നബിയോടുള്ള അള്ളാഹുവിൻ്റെ സംസാരത്തിൽ, മൂസാ നബി പിന്നെ അള്ളാഹു ആ ഒരു സംസാരത്തിനിടയിൽ നിശ്ചയമായും അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. ഇന്നഹു ലത്വഗ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഇങ്ങനെ അള്ളാഹു ആ പറഞ്ഞത്? അതിര് കവിഞ്ഞു എന്ന് ആരെക്കുറിച്ചാണ് ആ പറഞ്ഞത്? അതായത് മൂസാ നബിയോട് അള്ളാഹു സംസാരിക്കുന്ന ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനത്തെ ജുസിൽപ്പെട്ട ഒരു സൂറത്തിലാണ് ആ പറയുന്നത്. മൂസാ നബിയോട് അള്ളാഹു പറയണം. ആ പറയുന്ന കൂട്ടത്തിൽ സംസാരിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട് ഇന്നഹു ലത്വഗ, അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ് അതിര് കവിഞ്ഞു എന്ന് പറയുന്നത്? ആ മൂസാ നബിയാണ്, അതുപോലെ തന്നെ അള്ളാഹു ആയിട്ടുള്ളതാണ്. അപ്പം നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സമയം ഇവിടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു, പെട്ടെന്ന് പറയണം. സമയം ഓക്കെ, സമയം അവസാനിക്കുകയാണ്. ഉത്തരം പെട്ടെന്ന് പറഞ്ഞു. ഉത്തരം പറയാം. അതെ, കിട്ടില്ല.
ഹലോ ഹലോ ഓക്കെ, ഒരു കോള് എന്തോ സാങ്കേതികമായി കട്ടായി പോയിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിലിപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് മൂസാ നബിയാണ്. അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അതിര് കവിഞ്ഞു എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഗസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും വളരെ നല്ല രൂപത്തിലാണ് വന്നത്, പക്ഷേ എന്തോ കാരണവശാൽ കിട്ടിയില്ല. അതിൽ നമുക്ക് ഒരു ബ്രേക്ക് അത്യാവശ്യമായി വന്നിട്ടുണ്ട്. ബ്രേക്കിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ, കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ, ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ, പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി, ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മുടെ ടെലിക്വിസ് ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി മാന്യ ശ്രോതാക്കളെ പീസ് റേഡിയോ റമളാൻ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ വിഷയമായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവസാനത്തെ ജുസ് ആയ അമ്മ ജുസ് ആണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് വിളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ലൗഡ് സ്പീക്കറിൽ ഇടുന്നത് ശ്രദ്ധിക്കുക, ലൗഡ് സ്പീക്കർ ഓഫാക്കുക. അതുപോലെ തന്നെ പരമാവധി റേഞ്ച് ലഭിക്കുന്ന ഭാഗം നമുക്കറിയാം, നമ്മുടെ വീട്ടിൻ്റെ ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണ് റേഞ്ച് ഉള്ളത്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 9020 840 840 എന്ന നമ്പറിലേക്കാണ്. ഏതായിരുന്നാലും നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമളാൻ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരൊന്ന് ഒരു പ്രാവശ്യം കൂടി പറയോ? ഫഹ്മിദ. ഓക്കെ. ഫഹ്മിദ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പുലാമന്തോൾ. ഓക്കെ. ഫഹ്മിദ എന്താണ് ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഓക്കെ. 3ാം ക്ലാസ്സിലാണ്. ഇനി 4ക്കാണ്. 4ക്കായോ? ഉറപ്പായോ? റിസൾട്ടൊക്കെ വന്നോ? ഇൻഷാ അല്ലാഹ് നല്ലായിരിക്കും അല്ലേ? അപ്പോൾ ആരൊക്കെയാ വീട്ടിൽ വേറെ ഉള്ളത്? കൂടെ ഉള്ളത് ആരൊക്കെയാ? ഉമ്മ ഉണ്ടല്ലേ? നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വിഷയമൊക്കെ അറിയില്ലേ? അറിയും. എന്താണ്? 30ാമത്തെ ജുസ്. എന്തൊരു ഒരു ആവേശല്ലേ? ചോദ്യം ഇന്നൊക്കെ കിട്ടൂലേ? ഉത്തരം കിട്ടൂലേ? ആവേശത്തിൽ തന്നെയാണ്. എന്നാൽ 1ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. കേട്ടോളൂ.
ഏത് സഹാബിയുടെ വിഷയത്തിലാണ് സൂറത്ത് അബസയിലെ ആദ്യ വചനങ്ങൾ അവതരിച്ചത്? കേട്ടില്ലേ? ഉത്തരം പറഞ്ഞു തുടങ്ങിക്കോളൂ. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഏതൊരു സ്വഹാബിയുമായി ബന്ധപ്പെട്ടാണ് സൂറത്തു അബസ അതിൻ്റെ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏത് സ്വഹാബിയുമായി ബന്ധപ്പെട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നതാണ് ആദ്യ വചനങ്ങൾ. പെട്ടെന്ന് പറഞ്ഞോളൂ. റെഡിയായോ? ടൈമർ അവസാനിച്ചിട്ടുണ്ട്. ഫൈനലായിട്ട് ഒരു ആൻസർ പറയൂ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ പ്രശ്നമില്ല. ഉത്തരം നമ്മൾ പറയട്ടെ? ആ സമയം കഴിഞ്ഞു, ടൈം ഔട്ടായി. ഇനി ഉത്തരം ഇവിടുന്ന് കേൾക്കാം. സാറല്ല, കുഴപ്പമില്ല, അടുത്ത തവണ വീണ്ടും വിളിക്കാം. ഉത്തരം പറയാന്നുള്ളതല്ല, അതിലേക്ക് വിളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉത്തരം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, മൻഹ പറഞ്ഞോളൂ ഉത്തരം. അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. കേട്ടില്ലേ ഉത്തരം? ഫഹമിദ, അപ്പോൾ ഏത് സഹാബിയുടെ വിഷയത്തിലാണ് സൂറത്ത് അബസയിലെ ആദ്യ വചനം അബസ വത്തവല്ല അൻ ജാഹുൽ അഅമ എന്ന് പറയുന്ന വചനം ഇറങ്ങിയിട്ടുള്ളത്? ആരുടെ പേരിലാണ്? ഒരു അന്ധനായ സഹാബിയാണ്. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടാണ് ആ വചനം ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ശരി. നമുക്കിനി അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്. ഇനി വീണ്ടും വിളിക്കണം കേട്ടോ. ശരി, ഇൻഷാ അല്ലാ. ഓക്കെ സലാം സാറേ, നമുക്ക് 2 ആൾക്കാർക്ക് മാത്രമാണ് സമ്മാനം കിട്ടി, 2 ശ്രോതാക്കൾക്ക് മാത്രമാണ് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇടക്ക് വെച്ചാണ്ട് പോയി, മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ചില കുട്ടികൾ ഒരാൾ മാത്രമാകുമ്പോൾ അല്ലെങ്കിൽ ഉമ്മ വാപ്പ മാത്രമാകുമ്പോൾ ചിലപ്പോൾ അതിന് പരിമിതി ഉണ്ട്. കുറേ ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ചാൻസ്. ഉത്തരം കിട്ടിയൊക്കെ അങ്ങനെ തന്നെയുള്ളത് അല്ലേ മനഹ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട് തോന്നുന്നു. കോൾ എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിഗിസ് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹന. ഷഹന എവിടുന്നാ വിളിക്കുന്നത്? കോഴിക്കോട്. എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണ്. വീട്ടിൽ വേറെ ആരൊക്കെയുള്ളത്? മോളുണ്ട്. പിന്നെ വേറെ ആരുമില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ വന്നതിൽ ആളെണ്ണം കൂടുന്നതിനനുസരിച്ച് ഉത്തരം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ആൾ കുറയുന്നതിനനുസരിച്ച് ഉത്തരം കിട്ടാതെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അതെ അതെ, ഇൻഷാ അല്ലാ. അപ്പോൾ വിഷയം അറിയാമല്ലോ അല്ലേ? അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ ഷനത്ത, 3 ചോദ്യമാണ് ഉണ്ടാകുക. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പീസ് റേഡിയോ നൽകുന്ന സമ്മാനം നിങ്ങളെ വീട്ടിലേക്ക് എത്തും ഇൻഷാ അല്ലാ. അപ്പോൾ ശ്രദ്ധിച്ച് ചോദ്യങ്ങൾ കേൾക്കുക. ഒന്നാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഉത്തരമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പറയണം. ചോദ്യം ഇതാണ്: സൂറത്തുൽ ബുറൂജ്, ഈ സൂറത്തുൽ ബുറൂജ് ഏത് വാക്ക് കൊണ്ടാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. സൂറത്തുൽ ബുറൂജ് ഏത് വാക്ക് കൊണ്ടാണ്? ഫീ ലൗഹിൻ മഹ്ഫൂൽ. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. ശരിയാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഷനത്തക്ക്? ലൗഹിൽ മാഷാ അല്ലാ. ലേണിംഗ് ക്ലാസ്സിലൊക്കെ പോകലുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതാ പെട്ടെന്ന് അങ്ങനെ കിട്ടുന്നതും. അപ്പോൾ ഏതായിരുന്നാലും അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ. നാസിയാത്ത് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? നാസിയാത്ത് ഊരിയെടുക്കുന്നവ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് ഖുർആൻ ആരെ പറ്റിയാണ് പറഞ്ഞത്? വന്നാസിയാത്തി ഉറക്ക എന്ന് പറഞ്ഞെടുത്താൽ ഊരിയെടുക്കുന്നത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത്? ഒന്നുകൂടി ആലോചിക്കണം. കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചു. ടൈമർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ടുള്ള. ആത്മാക്കളെ ഊരിയെടുക്കുകയാണ്.
ആത്മാവിനെയാണ് ഊരിയെടുക്കുന്നത്. അതെ, ഇനി ഇതിലപ്പുറം ക്ലൂ ഇനി വരാനില്ല, പെട്ടെന്ന് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. 5 സെക്കൻഡ്. 3 2 ഓക്കെ. Timer അവസാനിച്ചിട്ടുണ്ട്. അതെ അതെ, ഫൈനലായിട്ട് ഒരു ആൻസർ പറയാം. നാസിയാത്ത്. ആരാണ്, എന്താണ് നാസിയാത്ത്? വിശേഷം പറഞ്ഞോളൂ. ഏതായിരുന്നാലും പിന്നെ സാരല്ല. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. മലക്കുകൾ. മലക്കുകൾ എന്നതാണ് അതിന്റെ ഉത്തരം. അതെ, പക്ഷെ ഉത്തരത്തിലേക്ക് എത്താൻ വലിയൊരു മല കയറേണ്ടി വന്നു. സാരല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, ഇനി 3ാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 20 സെക്കൻഡാണ് ഉണ്ടാവുക ചോദ്യം ചോദിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരം പറയണം. ഇപ്പൊ നമ്മൾ ചെറിയൊരു ലാഗ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അപ്പൊ അതിനി 3ാമത്തേൽ ഉണ്ടാവില്ല. അതെ. ശരി, 3ാമത്തെ ചോദ്യം. സലാം സാർ. 3ാമത്തെ ചോദ്യമാണ് സൂറത്തുൽ ഇൻഫിത്താർ. അതിൽ നക്ഷത്രങ്ങൾ എന്നതിന് പ്രയോഗിച്ച വാക്ക് എന്താണ്? സൂറത്തുൽ ഇൻഫിത്താറിൽ നക്ഷത്രങ്ങൾ എന്നതിന് പ്രയോഗിച്ച വാക്ക്, ആ പദം ഏതാണ്? സൂറത്തുൽ ഇൻഫിത്താറിൽ നക്ഷത്രങ്ങൾക്ക് പ്രയോഗിച്ച പദം ഏതാണ്? നക്ഷത്രങ്ങൾ. കവാക്കിബ്. ഉത്തരം കറക്റ്റാണ്. അപ്പം 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു, വിജയിയായിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് വിളിച്ചതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. വിളിച്ചതിനും സമ്മാനം നേടാൻ കഴിഞ്ഞതിനും വലിയ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് സമ്മാനം നിങ്ങളെ വീട്ടിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു കോളറിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ 3ാമത്തെ ഒരു വിജയ്. നമുക്ക് ഏതായിരുന്നാലും പിന്നെ അടുത്തൊരു കോള് വരുന്നുണ്ട്. ആരാണ് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ 3ാമത്തെ ഒരു വിജയാണ് നമ്മൾക്ക് കുറച്ച് മുമ്പ് വിളിച്ചിട്ടുള്ള. ചില എപ്പിസോഡുകളിൽ തുടർച്ചയായ വിജയികൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ അങ്ങനെ ഒരു സംഗതി ഇതിൽ വന്നിട്ടില്ല അല്ലേ? മുമ്പ് മന്നാ നിന്നപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു, കൂടുതൽ ആളുകൾ സമ്മാനം നേടി മൊത്തം വരി വലിച്ചു കൊണ്ടുപോയി. ഈസി ആയിട്ടുള്ള വിഷയമാകുമ്പോ എല്ലാവർക്കും കിട്ടൂലേ? ഇതായതുകൊണ്ടാണ് വിഷയം. അവസാനത്തെ ജുസാണ്, എല്ലാവർക്കും മനപ്പാടാണ്. അടുത്ത കോൾ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫർഹ മഹ്മൂദ്. ഫർഹ മഹ്മൂദ്. ഫർഹ മഹ്മൂദ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിലാണ് വിളിക്കുന്നത്. കണ്ണൂരിൽ നിന്ന്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പഠിക്കുന്നില്ല. വീട്ടമ്മയാണോ അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉള്ളത്? നിങ്ങൾ ഉമ്മയും മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് കൂടുതൽ ആളുണ്ടെങ്കിലാണ് കൂടുതൽ ഉത്തരമൊക്കെ പെട്ടെന്ന് കിട്ടുക. ഏതായിരുന്നാലും ചിലപ്പോൾ ഒരാൾ തന്നെ മതിയാവും എല്ലാവർക്കും തുല്യമായിട്ട്, അത്രയും ഉണ്ടെങ്കിൽ. അങ്ങനെയാണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. 1ാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. 3 ചോദ്യമാണ് ഉണ്ടാവുക, അറിയാലോ. അവസാനത്തെ ജുസുവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള അറിയാലോ അല്ലേ? വിഷയം അറിയാം. അപ്പോൾ 1ാമത്തെ ചോദ്യം 30ാമത്തെ ജുസിലെ ഒരു സൂറത്താണ്, സൂറത്തുൽ ഇൻഷിഖാഖ്. ഇൻഷിഖാഖ് അറിയില്ലേ? ആ ഇൻഷിഖാഖ് ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ്? പെട്ടെന്ന് പറയണം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. മാഷാ അല്ലാഹ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, അതിൻ്റെ ഉടനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ലേണിംഗ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ 1ാമത്തെ ചോദ്യം
അതിന്റെ ഉത്തരവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ പോവുകയാണ്, ശ്രദ്ധിക്കുക. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ചോദ്യം ഇതാണ്: ഭൂമിയിലെ ചിലതിനെ ഭൂമിയുടെ ആണികൾ ആക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്തിനെയാണ് ഭൂമിയുടെ ആണികൾ ആക്കിയിട്ടുള്ളത്? ചോദ്യം ഒരു വട്ടം കൂടി വായിക്കാം. ഭൂമിയിലെ ചിലതിനെ ജിബാൽ, മലകൾ. ഉറപ്പാണ്? മാഷാ അല്ലാ. അപ്പൊ ഉത്തരം ശരിയാണ്. രണ്ട് ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞിരിക്കുകയാണ് ഫർഹത്ത. അതെ, സമ്മാനത്തിന് ബാക്കിയായ. എന്നാൽ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് മൻഹയാണ്. മൻഹയുടെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. സ്വർഗത്തിലെ പാനീയങ്ങളിൽ കലർത്തുന്ന ഒരു ചേരുവയെ കുറിച്ച് സൂറ മുത്തഫിഫീനിൽ പറയുന്നുണ്ട്. എന്താണ് ചേരുവയുടെ പേര്? സ്വർഗത്തിലെ പാനീയങ്ങളിൽ കലർത്തുന്ന ഒരു ചേരുവയെ കുറിച്ച് സൂറ മുത്തഫിഫീനിൽ പറയുന്നുണ്ട്. എന്താണ് ചേരുവയുടെ പേര്? അതെ. സൂറത്ത് മുത്തഫിഫീനിൽ സ്വർഗത്തിലെ ഒരു പാനീയം, ഒരു ചേരുവ പറയുന്നുണ്ട്. എന്താണ് ചേരുവ എന്നുള്ളതാണ് ചോദ്യം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. അതെ, പെട്ടെന്ന് പറഞ്ഞോളൂ. അവസാനത്തെ ചോദ്യമാണ്. സമയം 20 സെക്കൻഡാണ് പരമാവധി സമയം. 15 സെക്കൻഡ്. ഏതാണ്? റഹീഖും മഖ്തൂം അല്ല. ഒന്നുകൂടി നോക്കിക്കോളൂ. അതെ. അല്ല, ഒന്നുകൂടി. അവസാനമായിട്ട് ഫൈനലായിട്ട് ഒരു ഉത്തരം പറയാം. സമയം അവസാനിച്ചിട്ടുണ്ട്. ആ ചേരുവയെക്കുറിച്ച്, ചേരുവയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏതേത് കേട്ടില്ല, ശരിക്കും പറയും. അല്ലല്ല. ഓക്കെ, ഏതായാലും സമയം കഴിഞ്ഞു. ഓക്കെ, എന്താണ് പറഞ്ഞോളൂ. തസ്നീം. മാഷാഅല്ലാ, ഉത്തരം ശരിയാണ്. ഇങ്ങനെ പെട്ടെന്ന് എവിടുന്നപ്പോ കിട്ടിയ ഉത്തരം? മാഷാ അല്ലാ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, തുടക്കം അപ്പുറപ്പുറം ആളുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ തൊട്ടടുത്ത് പോയി വീണ് പോവും. അതെ. അപ്പോൾ ഏതായിരുന്നാലും 3 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ, എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്, അടുത്ത കോളിലേക്ക് പോകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, മറ്റൊരു വിജയിയാണ് നമ്മൾ കണ്ടത്. വിജയ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് എന്താ വെച്ചാല് നമ്മൾ പറഞ്ഞ സംഗതി തന്നെയാണ്. കുറെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അവർക്കാണ് കൂടുതൽ. ഒരാൾ രണ്ടാളൊക്കെ ആവുമ്പോൾ അതിൻ്റെതായ ഒരു പരിമിതി ഉത്തരം പറയുന്നിടത്ത് ഉണ്ടാവും. അല്ല, പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒരു ലാഗ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മറിയം. ഓക്കെ, വിദേശ രാജ്യത്തു നിന്നാണ് മറിയം വിളിക്കുന്നത്, കുവൈത്ത്. ഓക്കെ, ആരൊക്കെയാണ് കൂടെ ഉള്ളത് ടെലിക്യൂസിലേക്ക് വിളിക്കുന്ന സമയത്ത്? ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നേരിടാൻ വേണ്ടിയിട്ടാണ് മറിയം വന്നിട്ടുള്ളത് അല്ലേ? നാട്ടിലെവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്. അപ്പോൾ പിന്നെ ഫാമിലി ഇടയ്ക്ക് അവിടെ തന്നെയാണ്, കുവൈത്തിലാണ് കുറേ കാലമായിട്ടല്ലേ? അതെ. കുവൈത്തിൽ എവിടെയാ? കുവൈത്തില് അബു ഖലീഫയിലാണുള്ളത് അല്ലേ? ഓക്കെ, ശരി. അങ്ങനെ ഏതായിരുന്നാലും നമുക്ക് 3 ചോദ്യങ്ങളാണുള്ളത്. വിഷയം അറിയാലോ അല്ലേ? ഖുർആനിലെ 30ാമത്തെ ജുസിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഫാമിലി ലൈവ് ടെലിക്യൂസ് ആണ്, പക്ഷേ ഇതിൽ നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നുമില്ല. ഉള്ളത് നമ്മുടെ അറിവിനനുസരിച്ച് നമുക്ക് ഉത്തരം പറയാൻ പറ്റുമല്ലോ എന്ന് നോക്കാം. 1ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിച്ചാലോ? ഓക്കെ. വിശുദ്ധ ഖുർആനിലെ 80ാമത്തെ അധ്യായം ഏതാണ്? 80. പെട്ടെന്ന് പറഞ്ഞോളൂ. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഏതാണ്?
കേട്ടില്ല, പറഞ്ഞോളൂ. സൂറത്ത് അബസ. മാഷാ ഓക്കെ അല്ലാ. ഓക്കെ മാഷാ അല്ലാ. മാഷാ അല്ലാ, അപ്പൊ ഉത്തരം ഒന്നാമത്തെ ശരിയാണ്. ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. എങ്കിൽ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, മൻഹയാണ് ചോദിക്കുന്നത്. മൻഹ ചോദിച്ചോളൂ. സൂറ അബസയിൽ നഹ്ലൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ചോദ്യം ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ചോദിക്കാം. ഓക്കെ, ഒന്നുകൂടി ചോദിച്ചു. സൂറ അബസയിൽ നഹ്ലൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? നഹ്ല് എന്ന പദത്തിന്റെ അതെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. നഹ്ലൻ എന്ന് പറയുന്നത്. വസൈത്തൂന വനഖല എന്ന് പറയുന്നുണ്ടല്ലോ. ആ നഖലിന്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. 20 സെക്കൻഡ് ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈന്തപ്പന. ആ ഉത്തരം ശരിയാണ്. ശരിയാണ്. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ, ഉത്തരം ഉത്തരം ശരിയാണ്. ശരിയാണ്. ഓക്കെ, എങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വൈകാതെ തന്നെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യം ഇതാണ്. സൂറത്തു തക്വീറിൽ വമാ സ്വാഹിബുക്കും ബി മജ്നൂൻ അഥവാ നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ലതാനും എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആരെക്കുറിച്ചാണ് നിങ്ങളുടെ ചങ്ങാതി എന്ന് പറഞ്ഞത്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. സൂറത്തു തക്വീറിൽ വമാ സ്വാഹിബുക്കും ബി മജ്നൂൻ അഥവാ നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ലതാനും എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആരെക്കുറിച്ചാണ് നിങ്ങളുടെ ചങ്ങാതി എന്ന് പറയുന്നത് എന്നതാണ് ചോദ്യം. പെട്ടെന്ന് പറഞ്ഞോളൂ. ചങ്ങാതി എന്ന് സ്വാഹിബ് എന്ന് ഇവിടെ ഉപയോഗിച്ചത് ആരെക്കുറിച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി. ഉറപ്പാണോ ഉത്തരം? മാറ്റൊന്നുമില്ല ഇല്ലല്ലേ? ഇല്ല. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ, ഏതായാലും ശരിയാണ്. ശരിയാണ്. മാറ്റമില്ലാത്ത ഉത്തരം ഉറപ്പാണ്. ഉറപ്പാണ്. അതെ, 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് വിജയിയായിരിക്കുകയാണ്. മാഷാ അല്ലാ. അൽഹംദുലില്ലാഹ്. ഒറ്റയ്ക്ക് പറഞ്ഞ തന്നെയാണല്ലോ ഉത്തരം. ഒറ്റയ്ക്കാണല്ലോ ഉള്ളത്. ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ട് സലാം സാർ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ. ഏതായിരുന്നു അങ്ങനെ ഒരാൾ മാത്രം എല്ലാ ചോദ്യങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇന്നത്തെ ഉത്തരം പറയുന്നത്. അതെ, ഫാമിലി ലൈവ് ടെലിഗിസിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. മാഷാ അല്ലാ, സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് 5 വിജയികളാണ് ഉണ്ടായിട്ടുള്ളത്. 5 ആളുകൾ വിജയിച്ചു. മൻഹ 5 വിജയികൾ. ടോട്ടല് എത്ര ആള്? നമുക്ക് ഒരു 10 ഫാമിലി പങ്കെടുത്തു. പകുതിയായിട്ടുണ്ട് അല്ലേ? 5 ആളുകൾ വിജയിച്ചു. 5 ആൾക്കാർക്ക് നമ്മൾ സമ്മാനം നൽകി. നമ്മൾ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എനിക്കൊരു തോന്നിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സമയത്തായതുകൊണ്ടെന്നറിയില്ല, ഉമ്മമാരാണ് അതിൽ കുറച്ചുകൂടി വിളിക്കാനുള്ളത്. ഉമ്മമാരുണ്ട്, പിന്നെ കുട്ടികളും. പെൺകുട്ടികളാണ് അധികം. ആൺകുട്ടികളത് പിന്നെ പുരുഷന്മാരൊക്കെ വിളിക്കുന്ന കുറവാണ് പൊതുവെ. എങ്ങനെയാണ് ഇതിന്റെ മുമ്പുള്ളതൊക്കെ? മുമ്പുള്ള ചില എപ്പിസോഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ പറഞ്ഞ പോലെ കുറവാണ്. സ്ത്രീകളാണ് കൂടുതലായിട്ട്. എന്നാലും ഞാൻ ആലോചിക്കണത് എന്താന്ന് വെച്ചാൽ ഈ ഒരു സമയത്തൊക്കെ ഇതിന് സമയം കണ്ടെത്തി വിളിക്കുന്നുണ്ടല്ലോ. അതെ, വിളിക്കുന്നുണ്ട്. അവർക്ക് വലിയ താല്പര്യത്തിൽ തന്നെ റമദാനാവുമ്പോൾ പലരും വിളിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എപ്പോഴും ഇതുപോലെ ടെലിഗിസിലേക്ക് കിട്ടിയിട്ടില്ല. വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത് അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പം മാഷാ അല്ലാ, വ്യത്യസ്തമായ അറിവുകളും അനുഭവങ്ങളും നൽകുന്ന പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിഗിസ് കുടുംബാംഗങ്ങളിൽ ഏറ്റവും വലിയ ഹൃദ്യമായ അനുഭവം തന്നെയാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ റമദാനിലും എല്ലാ ദിനങ്ങളിലും അല്ലേ, എല്ലാ ദിനങ്ങളും നമ്മൾ ഇങ്ങനെ ഒരു അറിവിൻ്റെ വലിയൊരു കടൽ തന്നെ നമുക്ക് സമർപ്പിക്കുന്ന ഈ പീസ് റേഡിയോക്കും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒക്കെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ പിന്തുണയും സഹായവും ഒക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. തൽക്കാലം നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ദിവസത്തിൽ മറ്റൊരു വിഷയമായിട്ട് പുതിയ റമദാൻ ഫാമിലി ലൈവ് ടെലിഗിസ് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാവുന്നതാണ്. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ റമദാൻ സ്പെഷ്യൽ ഫാമിലി ലൈവ് ടെലിഗിസിൽ നമ്മുടെ മുമ്പിലുള്ളൂ. ശ്രോതാക്കൾ വിളിക്കുക, ഈ അനുഭവങ്ങൾ നേരിട്ട് അനുഭവിക്കുക, മറ്റുള്ളവർക്ക് പീസ് റേഡിയോ ഈ സംവിധാനത്തെ പരിചയപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.